അല്ല ഇവർക്ക് പ്രത്യേക നിയമമുണ്ടോ CPM ക്രിമിനലുകൾക്ക്? അതാണ് ഞങ്ങളുടെ ചോദ്യം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തണ്ടേ മറ്റുള്ളവർക്ക്? ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. പാർട്ടിക്കാരാണെങ്കിൽ പോലും ചോദ്യം ചെയ്താൽ കൊല്ലുമെന്നാണ് പറയുന്നത്. വേറൊന്നുമല്ല, കൊല്ലും. അത് നടക്കില്ല. അല്ല, തീർച്ചയായിട്ടും CPM-നെതിരായും MLA-ക്കെതിരായി പ്രതിഷേധം. MLA-ക്കെതിരായി പ്രതിഷേധിച്ച എന്താ? എന്റെയൊക്കെ വീട്ടിലേക്ക് എല്ലാ ആഴ്ച മാർച്ചാണ്. വീടിനകത്ത് വരെ കയറി കഴിഞ്ഞ പ്രാവശ്യം. ചെടിച്ചെടിയൊക്കെ തല്ലിപ്പൊളിച്ചു വീടിനകത്ത്. എന്റെ സ്വകാര്യ വസതിയാണ്, ഔദ്യോഗിക വസതിയൊന്നുമല്ല. എന്റെ സ്വകാര്യ വസതി അകത്ത് കയറി അവിടെ നിന്നിരുന്ന് എന്നെ കാണാൻ വന്ന ആളെ തല്ലി. എല്ലാ ആഴ്ചയും പ്രകടനമാണ് BJP-യും CPM-ഉം ഒരു ആൾ തമ്മിൽ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഈ ആഴ്ച BJP ആണെങ്കിൽ അടുത്ത ആഴ്ച CPM. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് എന്റെ വീട്ടിലേക്ക് എല്ലാം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളാരും അതിനെതിരായിട്ട് അസഹിഷ്ണുത കാണിച്ചില്ലല്ലോ. ഞങ്ങളാരും അവരെ തല്ലി ഓടിക്കാൻ നിന്നില്ലല്ലോ. ഞങ്ങളൊരു പ്രതിഷേധ പ്രകടനം പോലും നടത്തിയില്ല. എന്നോട് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയാതെ നടത്തട്ടെ എന്ന് പറയും. അവർ നടത്തി, അവർ പോട്ടെ. അവർക്ക് പ്രതിഷേധിക്കാൻ, പ്രതിപക്ഷ നേതാവിനെതിരായി പ്രതിഷേധിക്കാനുള്ള ജനാധിപത്യ സ്വാതന്ത്ര്യം അവിടെ ഇല്ലേ? ഞാൻ എണ്ണിത്തരാം. എല്ലാ ആഴ്ചയെന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് നടത്തിയാണ്. ഇവരുടെ ഒന്നും പാടില്ല. ആരാ ഇവരാരാ? നടത്തിക്കഴിഞ്ഞാൽ പ്രഖ്യാപിക്കുകയാണ് ഏരിയ സെക്രട്ടറി. ഈ മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയിലല്ലേ ഈ വൃത്തികേട് നടക്കുന്നത്, ഈ തോന്നിയാസം നടക്കുന്നത്? ഇദ്ദേഹം ഇതിനൊക്കെ കുട പിടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ആഭ്യന്തരമന്ത്രിയാണെന്ന് പറഞ്ഞ് ജലിഞ്ഞിരുന്ന് ആ കസേരയിലിരിക്കുകയാണോ? എല്ലാ ക്രിമിനലുകളെയും സംരക്ഷിക്കുക. അത് ഞങ്ങൾ അതിനെതിരായി രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ പോരാടും, ഉറപ്പായും. കുഞ്ഞുകൃഷ്ണന് സംരക്ഷണം കൊടുക്കണം. കുഞ്ഞുകൃഷ്ണന്റെ, ഞാൻ പറഞ്ഞല്ലോ, ജീവൻ അപകടത്തിലാണ്. ജീവൻ അപകടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ TP ചന്ദ്രശേഖരനുണ്ടായ അനുഭവം ഞാൻ ആവർത്തിച്ചു പറഞ്ഞത്. ശ്രീമതി രമയും അത് തന്നെയാണ് പറഞ്ഞത്. സെയിം സിറ്റുവേഷനാണ്. പാർട്ടിയിലെ നേതാക്കളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യത കേരളത്തിലെ പോലീസിനുണ്ട്. പോലീസ് നോക്കി നിൽക്കാൻ പാടില്ല. എങ്ങനെ? ഞാൻ ചോദിച്ചല്ലോ, സ്പീക്കറോട് ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ആളെ, ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ ചരിത്രത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്, റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇത് അനുവദിക്കാൻ അനുമതിയായിരുന്നത്? പ്രതിരോധത്തിലാവുമ്പോൾ അനുമതിയില്ല, സംസാരിക്കാൻ പാടില്ല. ഇത്രയും അതിക്രമവും ഇത്രയും വൃത്തികേടുകളും നടന്നൊരു സംഭവം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിൽ എങ്ങനെ പറയും? നിങ്ങൾ തന്നിരുന്നെങ്കിൽ തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നപ്പോ തന്നില്ലല്ലോ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ പറ്റില്ല. പ്രതിരോധത്തിലാണ്, CPM പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി. മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത്. CPM-ഉം മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ഉപയോഗിച്ചത് ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. നിയമവിരുദ്ധ, റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഒരു വയലേഷനും റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഇല്ല. ഞങ്ങളുടെ വേർഡിങ്സ് എല്ലാം കറക്റ്റ്. ഞങ്ങൾ നോക്കിയിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും ഗവൺമെന്റാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഞങ്ങള് പിന്തുണ കൊടുക്കും, തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും. രാഷ്ട്രീയമായ പിന്തുണയല്ല. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല. അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയൊന്നും തേടി വന്നിട്ടില്ല. അവിടെ പ്രഖ്യാപിക്കാനായിട്ട് എന്താണ്, പയ്യന്നൂരിലെ UDF സ്ഥാനാർത്ഥിയാവും കുഞ്ഞികൃഷ്ണൻ എന്ന് പറയും. ഒരു ചർച്ചയും UDF അതൊക്കെ എന്തിനാണെന്നറിയാം? പാർട്ടി വിരുദ്ധനാണ് ഇയാളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുമായിട്ടൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുമായിട്ട് ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ ഒരു പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തെ ഈ സംഭവം ഉണ്ടല്ല, പണ്ട് ശങ്കരാടിച്ചേട്ടന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒന്നിൽ പറഞ്ഞവനെ നശിപ്പിക്കുമല്ലോ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ.
സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്, മറ്റാണ് മറിച്ചാണ് ഒരുത്ത പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരായിട്ടുള്ള ആക്ഷേപമാണല്ലോ മുഴുവൻ. അത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ഒരു ചർച്ചയും ഒരു തരത്തിലും ഒന്നും നടത്തിയിട്ടില്ല, ഒരു രീതിയിലും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് CPM-ന്റെ സ്വഭാവം വെച്ച് ഞങ്ങൾക്കറിയാം. പോലീസ് ജീപ്പിന് പോലീസിനെ കൊല്ലാൻ വേണ്ടി സ്റ്റീൽ ബോംബ് എറിഞ്ഞ നേതാക്കന്മാരുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാം? പോലീസിനെ കൊല്ലാൻ അല്ലെ, ബോംബെറിഞ്ഞ ആളുള്ള സ്ഥലത്ത് പാർട്ടിയെ വിമർശിക്കുന്നവരെ കൊല്ലാൻ എന്തും നടക്കും. ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം തന്നെ അത് ഭീഷണിയല്ലേ? ഞങ്ങളെ മാത്രമല്ലല്ലോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അന്വേഷിക്കേണ്ടതാണ്, അതിന്റെ വിവരങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. കാരണം അരാഷ്ട്രീയവാദം പറഞ്ഞ് രംഗത്ത് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് രൂക്ഷമായ ആക്രമണം അയച്ചുവിട്ട ഒരാള് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് NDA-യിലെ ഘടകകക്ഷിയാവുന്നതിനെ കുറിച്ച് ഉറപ്പായിട്ട് അന്വേഷിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ബിസിനസ്സുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദം NDA-യിൽ ജോയിൻ ചെയ്യാനുണ്ടായി എന്ന് സമ്മതിക്കണം. അത് നന്നായി. കാരണം അവിടെ 2020 ചേർന്ന പൊതുപ്രവർത്തകരെല്ലാം തിരിച്ചു വരികയാണ്, എല്ലാവരും തിരിച്ചു വരികയാണ്. കാരണം ആ കാപട്യം എന്താണ്, ഇവരുടെ കാപട്യം എന്താണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. അരാഷ്ട്രീയവാദം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രംഗപ്രവേശം ചെയ്ത ഒരു പുതിയ സാധനമായിട്ട് വന്നതാണ്. അവസാനം ആരുടെ തൊഴുത്തിൽ പോയാണ് അവസാനം നിന്നെന്ന് മനസ്സിലായല്ലോ. അല്ല, അത് അവർക്ക് ആരെ കിട്ടിയാലും നല്ലതല്ല, ആരും ഇല്ലല്ലോ. NSS ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSS-ന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങൾ സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. അവരുടെ ആഭ്യന്തര കാര്യം ഇപ്പൊ നമ്മളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളെ വിമർശിക്കാൻ സമുദായ നേതാക്കന്മാർക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ അവകാശമുണ്ട്. സാധാരണ ഒരു മനുഷ്യന് വരെ ഞങ്ങളെയൊക്കെ വിമർശിക്കാൻ അധികാരമുണ്ട്. ഞങ്ങളൊന്നും അസഹിഷ്ണുത കാണിക്കില്ല. അവർ വിമർശിച്ചോട്ടെ. ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് NSS. ലീഗ് NSS-ഉം SNDP-യും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല. ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ലീഗ് എന്ത് ചെയ്യാനാണ് NSS-ഉം SNDP-യും തമ്മിലുള്ള ചർച്ച? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെടുത്ത 2 തീരുമാനങ്ങളും അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. നോ കമന്റ്സ് ഉണ്ട്. ഞങ്ങള് സമുദായങ്ങളുടെ മത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യം, അവർ തീരുമാനം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് കമന്റും ഒക്കെ പറയുന്നത്? അവരെടുക്കട്ടെ. അല്ല, അതൊക്കെ എല്ലാവർക്കും വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം കേരളത്തിന് വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. നമ്മൾ പറഞ്ഞെന്തിനാണ് അങ്ങനെ ആക്കുന്നത്? എല്ലാവരും ക്ലിയറാണ്. ഞങ്ങൾ അവർ ഒരുമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഒരുമിക്കട്ടെ, നല്ല കാര്യമൊന്നുമല്ല അവർ. ഞങ്ങൾക്ക് അതിലൊന്നും വിരോധമില്ല. ഒരുമിച്ചാലും ഭിന്നിച്ചാലും ഒന്നും വിരോധമില്ല. നമ്മൾ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണ്ട. സമുദായ കാര്യങ്ങളല്ല നമ്മുടെ ജോലി. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടാം. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും. ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. പക്ഷെ ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറയും. വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. നമ്മളെന്തിനാണെന്നേ, അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ ഇപ്പോ അന്തരീക്ഷം. വരട്ടെ, പുറത്തു വരട്ടെ. എല്ലാ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ട് ആരോ ചിലര് ഒരു വർഗീയ ശക്തമായ ഒരു വർഗീയ വൽക്കരണത്തിന്, അതായത് ചില പ്രത്യേക സമുദായങ്ങളുടെ ഒരു ഫോബിയ സൃഷ്ടിച്ചിട്ട് ഒരു വർഗീയവൽക്കരണത്തിന് കൊണ്ടുപിടിച്ച ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു.
അതിനൊന്നും കൂട്ടുനിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ ഇന്ന് എന്റെ സുഹൃത്തിനെ പോലെയുള്ള പശ്ചാത്തലമുള്ള സംഘടനകൾ പ്രഖ്യാപിച്ചു. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസപ്പെടണം എന്നാണ്. ഞങ്ങളാരുമല്ല, ഇത് കേരളം ആശ്വാസപ്പെടണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞാൻ നോ കമന്റ്സ്. ഇല്ലില്ല, അതൊക്കെ തെറ്റായ വാർത്തകളാണ്. ആ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല. ഇപ്പൊ മലയാളികളായ ബിസിനസ്സുകാരായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയാൽ സംസാരിക്കുന്നു. ഞങ്ങളൊക്കെ എല്ലാവരോടും സംസാരിക്കും. മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കും. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും. നമ്മളെ കാണണമെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് പറയും, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും. അതുപോലെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാർത്ത ഉണ്ട്? അതിലൊന്നൊരു കാര്യമില്ല. അദ്ദേഹം കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്, കാര്യങ്ങൾ നിൽക്കുക. ഞങ്ങളൊക്കെ നിരന്തരമായ സമ്പർക്കത്തിലാണ്. ഒരു പ്രശ്നമില്ല. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല.